ഇന്നിപ്പോൾ ഇവിടെ രാവിലെ നേരം കേട്ടോ. ഇപ്പോൾ രാവിലെ ഒരു 9 മണി ആയിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടാട്ടോ ഞാൻ വന്നേക്കുന്നത്. കാരണം ഉച്ച കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിവിടെ നല്ല ചൂട് വരും. ഇന്നിവിടെ 100 വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കിളികളൊക്കെ നല്ല സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. രാവിലെ ആയതുകൊണ്ട് തന്നെ അത്രയ്ക്ക് അങ്ങോട്ട് ചൂടില്ല. വിചാരിച്ചു ഇന്ന് നേരത്തെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു കൊത്തിപ്പരി എന്നാണ് ഞാൻ അതിൻ്റെ പേരിട്ടേക്കുന്നത്. എന്താ പറയുക, ഒരു തോരനൊക്കെ പോലെയുള്ള ഒരു കറിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് ഫസ്റ്റ് ബാച്ചിലേഴ്സിനൊക്കെ നല്ല ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് അമ്മമാർക്ക് കുട്ടികൾക്ക് ലഞ്ചിന് കൊടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു കൊത്തിപ്പരി കൂടിയിട്ടാണ്. കാരണം കുട്ടികൾക്കായിരുന്നാലും നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളൻകിഴങ്ങാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഇതേപോലത്തെ ഒരു 4 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഈ ഉരുളൻകിഴങ്ങ് ഒന്ന് തൊണ്ട് കളഞ്ഞിട്ട് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കൊത്തിപ്പൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട ചേർക്കണമെന്ന് നിർബന്ധമില്ല, മുട്ട വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. കാരണം ഇപ്പോൾ വെജിറ്റേറിയൻകാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട ചേർക്കാണ്ട് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ 4 ഉരുളൻകിഴങ്ങ് എടുത്തപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ സാധാരണ കറിയിലേക്കൊക്കെ ചേർക്കണ സവോള എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു സവോളയുടെ പകുതിയാണ് എടുത്തേക്കുന്നത്. ഇത് വലിയ സവോളയുള്ള, അപ്പോൾ ഒരു സവോളയുടെ പകുതി എടുക്കുക. പിന്നെ വെളുത്തുള്ളി നമുക്കൊരു 5 വലിയ വെളുത്തുള്ളി എടുക്കുക. അത് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. അതേപോലെ തന്നെ സവോളയും നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. പിന്നെ പച്ചമുളക് വന്നാലും നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. ഞാനിവിടെ ഇതേപോലത്തെ 2 ചെറിയ പച്ചമുളകാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ പച്ചമുളകും സവോളയും വെളുത്തുള്ളിയും നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് വയ്ക്കുക. പിന്നെ കറിവേപ്പില ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിവേപ്പിലയും ചേർക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. കാരണം എൻ്റെ പല കറികളിലും ഞാൻ കറിവേപ്പില ചേർക്കാറില്ല. അപ്പോൾ ചിലവർക്ക് ഇങ്ങനെ പുതിയതായിട്ട് കറിയൊക്കെ ഉണ്ടാക്കുന്നവർക്ക് സംശയമുണ്ട് കറിവേപ്പില ചേർക്കാൻ പാടില്ലെന്ന്. നമ്മുടെ നാടൻ കറികൾ എന്തുണ്ടാക്കുന്ന കറികളിൽ നമുക്ക് കറിവേപ്പില ചേർക്കാം കേട്ടോ. എനിക്ക് ചില സമയത്ത് ഇവിടെ കറിവേപ്പില കിട്ടില്ല, അപ്പോൾ അതുകൊണ്ടാണ് കറിവേപ്പില ചേർക്കാത്തത്. അതേപോലെ തന്നെ ഈ സവോളയ്ക്ക് പകരം ചുവന്നുള്ളി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുവന്നുള്ളി ചേർക്കുക. ചുവന്നുള്ളി ആയിരിക്കുമല്ലോ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ചുവന്നുള്ളിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ, ചുവന്നുള്ളി നന്നായിട്ട് മൊരിഞ്ഞിട്ട് വരും. പക്ഷേ സവോള മൊരിഞ്ഞിട്ട് വരും, എന്നാലും അതെന്താ പറയുക, അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ക്രിസ്പി പോലെ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. ചുവന്നുള്ളി തന്നെയാണ് ടേസ്റ്റ്. അപ്പോൾ ചുവന്നുള്ളി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു 4 വലിയ ചുവന്നുള്ളി എടുത്തോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഞാൻ കുറച്ച് നാരങ്ങ നീരും കൂടി ചേർക്കുന്നുണ്ട്. കാരണം അപ്പോൾ ചെറുതായിട്ടൊരു പുളി രസം ഉണ്ടാവും. അല്ലെങ്കിൽ ഈ ഉരുളൻകിഴങ്ങിന് എന്താ പറയുക, ഒരു പുളിരസം വരുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളാണ് നമുക്കിത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. പിന്നെ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ സാധാരണ നമ്മൾ കറിയിലേക്കൊക്കെ ചേർക്കണം. മഞ്ഞൾപ്പൊടി വേണം, മല്ലിപ്പൊടി ചേർക്കണില്ല കേട്ടോ. പിന്നെ ക്രഷ് ചെയ്തെടുത്തേക്കണ ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തേക്കണ ഉണക്കമുളക് എടുക്കുക. അല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള ഉണക്കമുളക് ചതച്ച് ചേർത്താലും മതി, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. മുളക് പൊടി ചേർക്കണ്ട. പിന്നെ ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് കടുകും പൊട്ടിക്കും. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളാണ് നമുക്കിത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ ഈ നമുക്ക് സമയം കളയാണ്ട് പെട്ടെന്ന് തന്നെ ഉരുളൻകിഴങ്ങ് ഒന്ന് തൊണ്ട് കളഞ്ഞിട്ട് മുട്ട നീക്കി വയ്ക്കിട്ടാ. ഇത് എൻ്റെ ഇവിടെ ബാക്കിലൊരു കോഴിനെ നിങ്ങൾ കാണുന്നുണ്ടാവും. ആ കോഴി ഇട്ടേക്കണ മുട്ട കേട്ടോ. അപ്പോൾ ഉരുളൻകിഴങ്ങ് ഫസ്റ്റ് നമുക്കൊന്ന് തൊണ്ട് കളഞ്ഞിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇതേപോലെ നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുമ്പോഴായിരുന്നാലും ഇത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി കിട്ടും. അത് നമ്മൾ അടുപ്പത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു 5-6 മിനിറ്റിനുള്ളിൽ നമ്മുടെ കൊത്തിപ്പൊരി നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇനി ഞാൻ സമയം കളയുന്നില്ല, പെട്ടെന്ന് തന്നെ റെഡിയാക്കട്ടെ. ഇതേപോലെ ഒരു പീലർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീലർ വെച്ചിട്ട് തൊണ്ട് കളയാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഇവിടെ ന്യൂയോർക്കിൽ ഒരു ബൊട്ടാനിക് ഗാർഡൻ ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് പോയേക്കായിരുന്നു. അത് കുറേ ഏരിയ ഉണ്ട് കേട്ടോ. ഒരു 53 ഏക്കർ സ്ഥലമുണ്ട്. അതിനകത്ത് നിറച്ച് ഇങ്ങനെ ചെടികളും മരങ്ങളൊക്കെ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. കുറേ നടക്കാനൊക്കെ ഉണ്ട്. പിന്നെ അവിടെ കുറച്ചൊക്കെ ഇങ്ങനെ സൺ റൂമിൽ ഇങ്ങനെ ഓരോ റൂമായിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് ഈ നമ്മുടെ നാട്ടിലൊക്കെ വളരുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വാഴയുണ്ടായിരുന്നു, പിന്നെ മാങ്ങ ഉണ്ടായി കിടക്കുന്നുണ്ടായിരുന്നു, കുരുമുളക് ഉണ്ടായിരുന്നു, പിന്നെന്താ മുരിങ്ങയ്ക്ക ഉണ്ടായിരുന്നു, പപ്പായ ഉണ്ടായിരുന്നു, പിന്നെ ചെമ്പകം ഉണ്ടായിരുന്നു, പിന്നെ അങ്ങനത്തെ നമ്മുടെ നാട്ടിലുണ്ടാവണ വാഴയുണ്ടായിരുന്നു. പക്ഷെ വാഴയുമ്പോൾ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ മാങ്ങ കുറേ ഉണ്ടായി കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് സ്ഥലം മാത്രമേ ഇൻഡോറുള്ളൂ, ബാക്കിയുള്ള സ്ഥലങ്ങൾ മൊത്തം ഇങ്ങനെ ഓപ്പണായിട്ട് കിടക്കുക. അപ്പോൾ ഇന്നലെ ഞാൻ അവിടെ പോയി വന്നു കഴിയുമ്പോൾ കുറേ ലേറ്റായി. അപ്പോൾ ഞാൻ രാവിലെ പോയതാണ്. അപ്പോൾ കറിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് കുറച്ച് കേടുണ്ട് കട്ട് ചെയ്ത കളയുടെ. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കറിയൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, ഓക്കെ ഉരുളൻകിഴങ്ങൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉരുളൻകിഴങ്ങ് ഇരിക്കണ്ടായിരുന്നു.
അപ്പോൾ ഞാൻ ഈ കറിയാണ് ഇന്നലെ വൈകിട്ട് ഉണ്ടാക്കിയത്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതായിരുന്നു ഇന്നലെ. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ ഇതാവട്ടെ എന്ന് വിചാരിച്ചു. കാരണം കുറേ ഇങ്ങനെ ചാറും അങ്ങനെ മസാലകളൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതേപോലത്തെ ഇങ്ങനെ ഒരു കൊത്തിപ്പൊരി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നാലും നല്ല ഇഷ്ടമായിരിക്കും. എനിക്ക് ഇതേപോലത്തെ ഇങ്ങനെ കറികളൊക്കെ നല്ല ഇഷ്ടമാണ്. അതിങ്ങനെ ഒരുപാട് മസാലയൊന്നുമില്ല, എന്നാൽ ചെറുതായിട്ട് ഇങ്ങനെ മൊരിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മുടെ ചോറിൻ്റെ കൂടെ അങ്ങനെ മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങ് തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഉരുളൻകിഴങ്ങ് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതാണ്ട് നീക്കി വയ്ക്കട്ടെ. ഇനി ഞാനിവിടെ സവോളയും വെളുത്തുള്ളിയും പച്ചമുളകും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഞാനത് പെട്ടെന്ന് അങ്ങോട്ട് അവസാനിപ്പിക്കാം. അപ്പോൾ സമയം പോകുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. കാരണം ചിലവരൊക്കെ പെട്ടെന്ന് റെസിപ്പി കണ്ടിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നവരായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്യുന്ന സമയമൊക്കെ കാണുമ്പോൾ എന്തായിരുന്നാലും അവർക്ക് ദേഷ്യം വരും. അപ്പോൾ ഇതൊക്കെയാണ് കട്ട് ചെയ്തോട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്നും പറയുന്നില്ല. അപ്പോൾ വെളുത്തുള്ളി നമുക്കൊരു 5 വെളുത്തുള്ളി എടുക്കാം. അതിപ്പോൾ ഒരെണ്ണയ്ക്ക് കൂടിയാലും 1-2 വേണ്ട, ഒരുപാടൊന്നും വേണ്ട. ഒരെണ്ണയ്ക്ക് കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഏകദേശം അളവിലെടുത്തിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും ശരിയായിട്ട് വരില്ല. പക്ഷേ ഇതേപോലെ നമ്മൾ വയ്ക്കുമ്പോൾ വെളുത്തുള്ളി ഒരെണ്ണം അങ്ങോട്ട് കൂടിയാലോ ഒരെണ്ണം കുറഞ്ഞാലോ ഒന്നും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ 5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അത്രയ്ക്ക് മതി. അപ്പോൾ പച്ചമുളക് ഞാൻ ഓൾറെഡി കഴുകി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളിയും ഇത് രണ്ടും ഒന്ന് കഴുകിയിട്ട് എടുക്കട്ടെ കേട്ടോ. ഞാനിവിടെ പല പാത്രത്തിലായിട്ട് വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ ഓരോന്നിന് വേണ്ടിയിട്ട് ഞാൻ ഓടേണ്ട വരും. ജോലി ഇരിക്കട്ടെ. അപ്പോൾ സവോള നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇപ്പോൾ മിക്ക ദിവസം നല്ല മഴയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിലുള്ളവർക്ക് നല്ല സുഖമായി. പക്ഷെ നാട്ടിൽ മഴ പെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമാണല്ലോ. ഈ വെളുത്തുള്ളി നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഉരുളൻകിഴങ്ങ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം. ഉരുളൻകിഴങ്ങ് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വലിയ പാടൊന്നുമില്ല കേട്ടോ. ഗ്രേറ്ററിന് വെച്ചിട്ട് ജസ്റ്റ് ഉരുളൻകിഴങ്ങ് നല്ല സോഫ്റ്റ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്കിവിടെ ഞങ്ങളിവിടെ കുറച്ച് മലയാളീസേ കൂടിയിട്ട് ഒരു മലയാളി അസോസിയേഷൻ ഉണ്ട്. ഒരുപാട് ഫാമിലീസ് ഒന്നുമില്ല, ഒരു 19-20 ഫാമിലീസ് ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് ഇവിടെ അടുത്ത് ഇങ്ങനെ കുറേ പാർക്കുകളുണ്ട്. ഇവിടെ പാർക്കുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ പിള്ളേർക്ക് കളിക്കണ ഊഞ്ഞാൽ അങ്ങനത്തെ സാധനങ്ങളല്ല, നിറച്ചിങ്ങനെ മരങ്ങളൊക്കെ ആയിട്ട് ഏക്കർ കണക്കിന് സ്ഥലങ്ങളുള്ള പാർക്കുകളാണ് ഇവിടെ സാധാരണ പാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാർബിക്യൂ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നടക്കാനുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ടാവും അവിടെ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് അവിടെ ബാർബിക്യൂവിന് പോകണം. പിന്നെ ഇനിയിപ്പോൾ ഉച്ചയ്ക്കൊന്നും ഇവിടെ കറിയൊന്നും വയ്ക്കണ്ടല്ലോ, കാരണം ഉച്ചക്കാലത്തെ ഭക്ഷണമൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. പിന്നെ ഇനി വൈകുന്നേരത്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇത് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഇതുവരെ എടുക്കാമല്ലോ. അപ്പോൾ നമ്മുടെ ഇതെല്ലാവരും കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഉരുളൻകിഴങ്ങ് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കട്ടെ കേട്ടോ. ഇതേപോലെ നമുക്ക് ഗ്രേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ എല്ലാവരും വീടുകളിലുണ്ടാവുമല്ലോ. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ കുറച്ച് വലിപ്പമുള്ളതുണ്ടല്ലോ, ഇതിനകത്ത് വെച്ചിട്ടാട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങ് എടുക്കുക. കാരണം ഇതങ്ങനെ ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇരുന്ന് ഗ്രേറ്റ് ചെയ്യാൻ മാത്രമേ സുഖമില്ല, പക്ഷെ നിന്നിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല സുഖം ഉണ്ടാവും. അപ്പോൾ ഇനിയുള്ളത് ഞാൻ നിന്നിട്ട് ചെയ്യട്ടെ കേട്ടോ. നിന്നിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ലൊരു പ്രഷർ കിട്ടും. അപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പം. ഇപ്പോൾ അതെല്ലാവരും നമ്മളെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ നിന്ന് ഗ്രേറ്റ് ചെയ്യാനാണ് സുഖം. നമ്മൾ എന്ത് പണിയായിരുന്നാലും നമ്മുടെ വീട്ടിൽ ഇരുന്ന് ചെയ്യുമ്പോൾ കുറേ സമയം എടുക്കും. നിന്നിട്ട് അങ്ങോട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇത് ഞാനിവിടെ വെള്ളത്തിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത്. കാരണം വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകിയിട്ട് എടുക്കണം, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇതിൻ്റെ സ്റ്റാർച്ച് അങ്ങോട്ട് കളയണം. അല്ലെങ്കിൽ നമ്മൾ പുഴുങ്ങുമ്പോൾ ഓൾറെഡി അതിൻ്റെ സ്റ്റാർച്ച് പോകും. ഇത് നമ്മൾ ഇതേപോലെ ഫ്രഷ് ആയിട്ടാണല്ലോ ഇടുന്നത്. അപ്പോൾ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകിയിട്ട് എടുക്കുക. ഈ ഗ്രേറ്റ് ചെയ്തെടുത്തേക്കണ ഉരുളൻകിഴങ്ങ് നമുക്ക് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകിയിട്ട് എടുക്കുക. കഴുകി കഴിഞ്ഞിട്ട് ഇതേപോലെ വെള്ളം ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും നല്ല സ്റ്റാർച്ച് ഉണ്ടാവും. പക്ഷേ അതൊരു കഴുകി എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്ത് സ്റ്റാർച്ചൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ 2 പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോഴായിരിക്കും ഇതിൻ്റെ സ്റ്റാർച്ചൊക്കെ നന്നായിട്ട് പോവുക. അപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങ് കൊത്തിപ്പൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുപ്പത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പാൻ വെച്ചിട്ട് ചൂടാക്കുക. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം കേട്ടോ. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ
2 മുട്ടയും കൂടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഓയിൽ നമുക്ക് ചേർക്കാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ചേർക്കാം. കടുക് ഞാനിതിലേക്ക് ഒരു കടുക് ചേർക്കുന്നതിന് അങ്ങനെ കറക്റ്റായിട്ടൊരു അളവില്ല. അത് നമ്മുടെ കയ്യിൽ എന്താ പറയുക കിട്ടാന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ചേർത്തിട്ടുണ്ട്. എനിക്ക് കുറച്ച് കടുക് കൂടുതൽ ഇഷ്ടം. അതിങ്ങനെ കടുക് ഇങ്ങനെ കറിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് രസമാട്ടോ. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള, പച്ചമുളക്, വെളുത്തുള്ളി ചേർത്തിട്ട് ഒന്ന് ഇനി നമുക്ക് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കണം കേട്ടോ. സവാളയ്ക്കും ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ പോലെ വരണം. അപ്പോൾ സവാളയ്ക്കും ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങോട്ട് നന്നായിട്ടാണ് ഗോൾഡൻ കളർ ആവാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ടത്. കാരണം നമ്മൾ മസാലയൊക്കെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വരുമ്പോഴേക്കും ഒന്നും കൂടി നന്നായിട്ട് ഗോൾഡൻ കളറാവും. അപ്പോൾ ഞാനിതിലേക്ക് ഫസ്റ്റ് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഈ മഞ്ഞൾപ്പൊടി അത് കിടന്നിട്ട് നന്നായിട്ട് മുരിയണം. മഞ്ഞൾപ്പൊടി മുരിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്തേക്കണ ഉണക്കമുളകും കുരുമുളക് പൊടിയും ചേർക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. കുരുമുളക് പൊടി ഞാൻ ഇതിലേക്ക് കുറച്ച് കൂടുതൽ ചേർക്കേണ്ടത്, ഒരു 3/4 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ ക്രഷ് ചെയ്തേക്കണ ഉണക്കമുളക് അത് ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാലപ്പൊടികളെല്ലാവരും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. കരിഞ്ഞു പോരുത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ചെയ്യുന്ന ഉരുളൻകിഴങ്ങ് ഉണ്ടല്ലോ, ഉരുളൻകിഴങ്ങ് ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതെല്ലാം ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാൻ മൂടി വയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇടയ്ക്ക് നിങ്ങളൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട ചേർക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ മുട്ട ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. മുട്ട നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇതൊന്ന് സൈഡിലേക്ക് ഒന്നാണ്ട് വയ്ക്കാം. എന്നിട്ട് നമുക്ക് മുട്ട ചേർക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഉണ്ടാവില്ല. മുട്ട ചേർക്കാം കേട്ടോ. ഇത് മുട്ട ചേർക്കാണ്ട് ഇതേപോലെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുട്ട ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ ഈ മുട്ടയിലേക്കുള്ള ഉപ്പും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ മുട്ട ഇതിൻ്റെ കൂടെ നന്നായിട്ട് അങ്ങോട്ട് ചേർന്ന് വന്നിട്ടുണ്ട്. ഞാനിവിടെ തീ കുറച്ചിട്ട് 1 മിനിറ്റും കൂടി അല്ലെങ്കിൽ 2 മിനിറ്റ് ഇതേപോലെ ഒന്ന് വിടർത്തിയിട്ട് അങ്ങനെ ഇടാം. അപ്പോൾ ഒന്നും കൂടി ഇതൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടും നമുക്ക്. ഞാൻ കുറച്ച് നാരങ്ങ നീരും കൂടി ചേർക്കണുണ്ട് കേട്ടോ. ചെറുതായിട്ടൊരു പുളിരസം, ഒരുപാട് വേണ്ട, ജസ്റ്റ് കുറച്ചൊന്നാണ്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചെറുതായിട്ടൊരു പുളിരസം ഉണ്ടാവും. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങ് കൊത്തിപ്പൊരി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകട്ടെ. ഇപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങ് കൊത്തിപ്പൊരി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ ഉള്ളിൽ വെച്ച് കഴിച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പക്ഷേ എനിക്ക് ചോറിൻ്റെ കൂടെ കഴിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇനി അപ്പോൾ നാളെ നമുക്ക് വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം. അപ്പോൾ മിയ കിച്ചൻ്റെ പുതിയ റെസിപ്പികളൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിയ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ.